Good morning, sir. Yes, Hasina, good morning. Good morning, sir. Yes, Hajra, good morning. Merlin, good morning. Good morning, sir. Yes, Neha, Good morning, sir. Shiva Prasad, Minnu, Jenny. Shiva Priya, Shiva, Vanilla. Patsy, Abhinami, Salam. Sangeeta, good Good morning. morning. Yes, good morning. Yes, good morning, Isan. Raihan, Ashwini, good morning. Nana. അത് തന്നെ സംഗീത മകളാണത്. Sorry. യെസ്, അവളോട് പറ ഗുഡ് മോർണിംഗ്. Good morning, ma'am. Jenny. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, എം ടിയുടെ ക്ലാസ്സിൽ കയറുമ്പോഴേ ഇങ്ങനെ കേൾക്കാം പിള്ളേര് ചിലപ്പോൾ ഒരു കുടുംബടച്ചായിരിക്കും ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ശബ്ദം നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പോ നമുക്ക് ആരംഭിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ടെൻസിന്റെ പേര് സിമ്പിൾ പ്രസന്റ് എന്നായിരുന്നു. അപ്പോ സിമ്പിൾ പ്രസന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞു. നമുക്കിനി അവിടെ നിന്ന് അടുത്ത ഒരു ടെൻസിലേക്ക് പോകാം. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് സിമ്പിൾ പ്രസന്റ്. സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് പറയാം. സ്ഥിരമായിട്ട് ചെയ്യാത്ത കാര്യമാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഡു നോട്ടോ ഡസ് നോട്ടോ ചേർത്ത് പറയാം. അത് ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിൽ ഡുവോ ഡെസോ ആദ്യം പറയുമ്പോൾ അത് ഒരു ചോദ്യമായിട്ട് മാറും. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അത് ഞങ്ങൾ വിട്ടിട്ട് അടുത്തതിലോട്ട് പോവുകയാണ്. ചിലപ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത കാര്യമുണ്ടാവും, പക്ഷെ ഇന്നത് ചെയ്തിട്ടുണ്ടാവും. അതൊരു ഹാബിറ്റ് അല്ല. നിങ്ങൾ എന്നും കഴിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡാണ്, പക്ഷെ ഇന്ന് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചു. യെസ്, അങ്ങനെ സംഭവങ്ങൾ വരില്ലേ? യെസ്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. യെസ്, അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ അറിയാം, കഴിഞ്ഞു പോയത്. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് എഴുതുക, പിന്നെ വെർബ് എഴുതുക, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 ഫോം ഉപയോഗിക്കുക. ബാക്കി എന്തുവേണ്ടതൊക്കെ ഉപയോഗിച്ചത് കുഴപ്പമില്ല. സബ്ജക്റ്റ് കഴിഞ്ഞാല് V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കുക. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന് 3 ഫോം ഉണ്ടല്ലോ വെർബിന്: V1, V2 ആൻഡ് V3. അതില് ആ V2ന്റെ താഴെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. യെസ്, ഇപ്പൊ നോക്കി, ഏകദേശം സമയം 11:37. ഈ 11:37 മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പാസ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും. ഐ ഗോട്ട് അപ്പ്. ഗെറ്റ് അപ്പ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് അപ്പ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. കറക്റ്റ് പറയാലോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ചായ കുടിച്ചു. നിങ്ങൾക്ക് പറയാം ഐ ഡ്രാങ്ക്. ഡ്രിങ്ക് അല്ല, ഡ്രിങ്ക് പ്രസന്റ് ആണ്, പാസ്റ്റ് പറയണം. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, അത് കഴിഞ്ഞ ആഴ്ചയല്ലേ, അപ്പൊ അതെന്താണ്? ഇറ്റ് ഇസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പറയാം ലാസ്റ്റ് വീക്ക് ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഞാൻ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. അറ്റൻഡഡ്, ATTUDED. ഇറ്റ് വാസ് മൈ ഫ്രണ്ട്സ് ഡോട്ടേഴ്സ് ബർത്ത്ഡേ. അതെന്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു.
ഐ എയ്റ്റ് ചിക്കൻ ബിരിയാണി. ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചു. ഈറ്റിന്റെ പാസ്റ്റ് എയ്റ്റ്. കഴിഞ്ഞു പോയ എല്ലാ സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് പറയാം. കഴിഞ്ഞു പോയ സംഭവങ്ങളെല്ലാം സബ്ജക്റ്റും വെറുതെ പാസ്റ്റ് ടെൻസും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അത് കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് കാണിക്കുന്നതാണ്. അപ്പോ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കാം. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിൽ നടന്നൊരു സംഭവം, അത് കഴിഞ്ഞ സംഭവം, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ നോക്കുക. അതുമല്ലെങ്കിൽ വേണ്ട, ഇപ്പോ 11:39 ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ ഒരു 5 ഐറ്റം നിങ്ങൾ മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെക്കാം. അതുമല്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ച നിങ്ങളൊന്ന് കടയിൽ പോയപ്പോ അവിടെ പോയ സംഭവങ്ങൾ അതൊക്കെ പറയാം. ഐ വെന്റ് ടു മാർക്കറ്റ് ഫിഷ് ഷോപ്പ്. ഐ ബോട്ട് സം ഐറ്റംസ്. പിന്നെ അങ്ങനെ അത് അറ്റ് 3 PM I returned to my home. Return past. സബ്ജക്റ്റ് വേണം, വെർബിന്റെ പാസ്റ്റ് വേണം. അത് കാണിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, ഒരു മാരേജ് ആയിരിക്കാം, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് തല്ലുപിടിച്ചതായിരിക്കാം. യെസ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാം ഇറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞു പോയ സംഭവങ്ങൾ. യെസ്, അപ്പൊ കഴിഞ്ഞു പോയ സിമ്പിൾ പാസ്റ്റ് പറയാവുന്ന സംഗതികൾ ഒരു 5 ഐറ്റം നോക്കി വെക്കുക. ഇത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷമുള്ള 10 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാവാം, 10 മണിക്ക് മുമ്പുള്ള കാര്യങ്ങളാവാം. യെസ്, എന്ത് വേണമെങ്കിലും ആവാം, നോ പ്രോബ്ലം. ഒറ്റ കണ്ടീഷനുകളും സബ്ജക്റ്റ് കഴിഞ്ഞ വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറയണം. യെസ്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. യെസ്, ധൈര്യമുള്ളവരാണ്. HA22 പിള്ളേരെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഒരു തമ്പിട്ടോളൂ, ഞാൻ റെഡി എന്ന് പറഞ്ഞു. ആദ്യം പറയുന്ന ആർക്കായിരിക്കും ക്രെഡിറ്റ്, കാരണം വേറെ ആരെങ്കിലും പറയാൻ വിചാരിച്ചു വെച്ചതൊക്കെ ആദ്യം പറഞ്ഞു തീർക്കാം. യെസ്, സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, പത്രം വായിച്ചു, ചായ കുടിച്ചു. യെസ്, ഓൺലൈൻ ക്ലാസ്സിൽ കയറി. ഇങ്ങനെ പറയാലോ, എന്ത് വേണമെങ്കിലും പറയും. ഇപ്പൊ നടക്കുന്ന ഈ 11:41 മുമ്പുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ പാസ്റ്റിൽ വരുന്നു. യെസ്, റെഡിയല്ലേ മക്കളെ? യെസ്, ഇതാണ് എല്ലാവരും ഒന്ന് മന്ദീഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു വിഷയമൊക്കെ പറഞ്ഞു ചാടി വീഴുന്ന ആളുകളൊക്കെ ഇല്ലേ? കൃഷ്ണേന്ദു, സൈനു, നേബ, ആഷിലി. യെസ്, കൃഷ്ണേന്ദു ഇസ് റെഡി. അതാണ് കൃഷ്ണേന്ദു. യെസ്, അപ്പൊ കൃഷ്ണേന്ദു റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആരാണ്? കൃഷ്ണേന്ദു ഉണ്ട്, ശ്രീജ ഉണ്ട്. കൃഷ്ണേന്ദു, ശ്രീജ, മെറിൻ. കൃഷ്ണേന്ദു, ശ്രീജ, മെറിൻ. ഇനി യെസ്, ആർക്കും പറയാം. നോ പ്രോബ്ലം. ശിവപ്രിയ. യെസ്, അനുഗ്രഹ, ഹസീന. യെസ്, അപ്പൊ ഇവര് അത് പറയട്ടെ. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ടെക്നിക്ക് പിടികിട്ടും. ഓ, ഇത് ഇങ്ങനെയാണല്ലേ. യെസ്, അപ്പൊ കൃഷ്ണേന്ദുവിന്റെ ഐശ്വര്യത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കഴിഞ്ഞു പോയ എന്തെങ്കിലും 5 ഐറ്റംസ് പറ. യെസ്, പറഞ്ഞോളൂ. സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ്. വേറെ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഹാസോ, ഹാവോ, ഹാഡോ, വില്ലോ, ഷാലോ, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, ഒന്നും ചേർക്കില്ല. സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ്. യെസ്, പറഞ്ഞോളൂ. Last week, I went to hospital. Last day, I went to hospital. Correct അല്ലേ? Last day, കഴിഞ്ഞ ഇന്നലെ. I സബ്ജക്റ്റ്. Go എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് went. I went to hospital. Very good. Starting is very good. ബാക്കി പറഞ്ഞു. I got up 6 o'clock in the morning. I got up. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോവാം.
അവിടെ ചെന്നിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തില്ല. അത് പറഞ്ഞ് ഐ കൺസൾട്ടഡ് വിത്ത് എ ഡോക്ടർ. കണ്ടോ? I consulted വിത്ത് എ ഡോക്ടർ. the doctor. ശരി. പിന്നെ കുറച്ച് മരുന്ന് അവിടെ നിന്ന് വാങ്ങിയില്ലേ? അപ്പൊ അത് പറഞ്ഞ് ഞാൻ കുറച്ച് മരുന്ന് വാങ്ങി. ഞാൻ I brought or some medicines from the pharmacy. very good. I bought some medicines from the pharmacy. Yes. അത് കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ അവിടെ ഉണ്ടായി. അവിടെ പോയി ഒരു ചായ കുടിച്ചു. പറഞ്ഞ് I ate ഡ്രിങ്ക് മതി. ഏറ്റണെങ്കിൽ ചപ്പാത്തി പൊറോട്ട ബിരിയാണി കാണിക്കേണ്ടി വരും. ice cream കഴിച്ചായിരുന്നു സാർ. അത് വെറുതെ പറഞ്ഞൊന്നുമല്ല, കറക്റ്റ് ആയിരുന്നു. I ate ice cream from the parlor. Yes, I ate an ice cream from the parlor. Then അത് കഴിഞ്ഞപ്പോ ഐസ്ക്രീമിന് പൈസ കൊടുത്തില്ലേ? അപ്പൊ ബില്ല് കൊടുത്തു എന്നുള്ളവർ പറഞ്ഞേ I paid the bill. I paid the bill. Okay. ഇപ്പൊ എത്രയായി? ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങി, ഐസ്ക്രീം കഴിച്ചു, ബില്ല് കൊടുത്തു. 5 ആയി. എന്നാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. പിന്നെ അവിടെ നിന്ന് കൂടെ പോയെ തിരിച്ചു വീട്ടിലേക്ക് വേറൊന്നും പോയി തന്നു. Sir, actually, I am going to hospital for my mother-in-law's health issues. Yes, I went to hospital to check my mother-in-law's health issue. Very good, very good. ഇനി എത്ര മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി? അത് പറയാ. We returned from the hospital in 10 o'clock. 10 o'clock. Yes. അത് പറയാം. അടുത്ത സെൻറ്റൻസ് പറയാം. We reached home at 11 o'clock. വീട്ടില് 11 മണിയായപ്പോൾ തിരിച്ചെത്തി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കി ഞാൻ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ കൂടെ നിന്ന് തന്നാ മതി. യെസ്, ശ്രീജ. ഓക്കെ, ശ്രീജ പറഞ്ഞോളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ടെക്നിക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചോ സംഭവങ്ങൾ. യെസ്, ഓക്കെ, പറഞ്ഞോ. I got up 5 o'clock morning. യെസ്, I got up. അപ്പൊ സമയം പറയുമ്പോൾ അതിന് തൊട്ട് ഒരു അറ്റ് ചേർത്ത്, സമയത്തിന്റെ കൂടെ എപ്പോഴും ഒരു അറ്റ് 5 o'clock in the morning. വെരി ഗുഡ്. I went to temple morning. Yes, I went to temple. Correct. Go എന്നുള്ള പാസൻസ് ആണ് went. I went to temple. And I returned home. I returned home. ഒരു സമയം കൂടി പറയും. എത്ര മണിയായിട്ടുണ്ടാവും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ? റൗണ്ട് ഫിഗർ പറയും. 8 o'clock. അപ്പൊ I returned home at 8 o'clock. 8 മണിക്ക് ഞാൻ തിരിച്ചെത്തി. വെരി ഗുഡ്. അടുത്തത്. Then I played with my son. Yes, you played with your. Yes, very good, very good. Next, correct. Then I cleaned my house. Then I cleaned my house. Clean ennulla past tense. Cleaned. I cleaned my house. Okay, correct. Then I ate my breakfast. Then I ate my breakfast. Yes, അപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ അതുകൊണ്ട് I ate my breakfast. പിന്നെ That's all, sir. That's all. Correct. Okay. അപ്പൊ ഹസീനക്ക് റെഡിയാണ്. ഹസീന റെഡി ആയിട്ടുണ്ട്. അപ്പൊ മെറിൻ പറഞ്ഞോളൂ. മെറിൻ എവിടെ? Good morning, sir. Okay. പറഞ്ഞോളൂ മെറിൻ. Sir. Yes. Last week I bought new clothes for my family. Yes, I bought a new clothes for your family. Very good. Yes. Yesterday I went to bed. Yes. Okay. Today I woke up in 6 a.m. Yes. Okay. Today I washed my clothes. Yes. Today I spent time with my kid. Very good. Okay. Very good, Marin. Yes. Then, Asina. Yes, പറഞ്ഞോളൂ. I got up 6 o'clock in morning. Yes, very good. My child go to madrasa. Yes, my child went to madrasa. My child went to madrasa. Yes. Then I bath. അത് നമുക്കൊന്ന് പാസ്റ്റ് ടെൻസ് പറയാം. I
ടുക്ക് ബാത്ത് ടേക്ക് എന്ന് പറഞ്ഞ പാസേജ് ഐ ടുക്ക് ബാത്ത് അപ്പൊ Okay, sir. I took. ആ, Then wash clothes. wash the clothes. Very good. After breakfast, cook. I cooked breakfast. Yes. I cooked breakfast. Breakfast. Okay, correct. Vinay. I ate breakfast. I ate breakfast. Correct, Anna. Anjana, I ennalu parnu. Okay, sir. Okay. Oh, Anjana, I ennalu thiyo. Hasina, very good, very good, very good, Hasina. Very Thank good, very good, very good. Yes. Appo Krishnendu, Srija, Marin, Hasina. Appo Neha ready ആയിട്ട് വന്നിട്ടുണ്ട്. നേഹയുണ്ട്, ഇസാനുണ്ട്. യെസ്. അപ്പൊ ഐഡിയ പിടികിട്ടില്ലേ? യെസ്. ഇനി ആരാ ഉള്ളത്? യെസ്. ഇതൊരു 5 സെന്റൻസ് ആണ് പറയും മക്കളെ. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. ധൈര്യമൊക്കെ വേണ്ടേ? യെസ്. അപ്പൊ നേഹ റെഡിയാണ്. നേഹ പറഞ്ഞോളൂ നേഹ. I went to market at 8 o'clock, വെരി ഗുഡ്. bought some vegetables. യെസ്. Then I cooked breakfast. യെസ്. I ate breakfast at 9 o'clock. വെരി ഗുഡ്. യെസ്. Then I cleaned my kitchen. യെസ്. Okay. ദാറ്റ് ഈസ് ഓൾ. വെരി ഗുഡ്. ക്ലീൻ അച്ഛന്റെ ഭാഷയിലാണ് നേഹ പറഞ്ഞത്. റീഹാമുണ്ട്. യെസ്. അതായത് എഴുന്നേറ്റു, പച്ചക്കറി മേടിച്ചു, മാർക്കറ്റിൽ പോയി പച്ചക്കറി മേടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ ഇസാൻ. ഇസാൻ. Good morning, sir. യെസ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ഇസാനെ. I got up 7 o'clock in the morning വെരി ഗുഡ്. and ready to my son go to the school. യെസ്. അപ്പൊ അത് നമുക്ക് ഗോട്ട് റെഡി എന്നല്ല, ഗെറ്റ് റെഡി എന്നുള്ളതിന്റെ പാസൻസ് ആണ്. ഗോട്ട് റെഡി നമുക്ക് പാസൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഗോട്ട് റെഡി മൈ സൺ. ഓക്കെ. Okay. Then I drank a cup of tea and Yes. ate the breakfast. യെസ്. Then I start clean my house. യെസ്. Okay, that's all, sir. Okay. Yes. Then I started cleaning my house. Yes. അത് നമുക്ക് പറയാം. I completed the process. Completed my cleaning work within 1 hour. 1 മണിക്കൂറിനുള്ളിൽ ക്ലീനിങ് വർക്ക് കഴിഞ്ഞു. യെസ്. അപ്പൊ ആൻസർ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. ഓക്കെ. റീഹാൻ. യെസ്. റീഹാൻ അവിടെ? Good morning, sir. യെസ്. ഓക്കെ. റീഹാൻ പറഞ്ഞോളൂ. റീഹാൻ. ഗുഡ് മോർണിംഗ്. Sunday, I attended a family together meet. Yes, I attended a family get together. Correct. Very good, very good. Then I ate beef biryani. Yes, I got biryani from there. Yes, and then I ate biryani. ശരിയാണ്. ഈ ഈ ഫാമിലി ടുഗദർ പോയപ്പോ കുറെ റിലേറ്റീവ്സിനൊക്കെ കണ്ടില്ലേ? yes, അതൊന്ന് sir. പറഞ്ഞേ. ഞാൻ ധാരാളം റിലേറ്റീവ്സിനെ കണ്ടു. ഞാൻ കണ്ടു എന്ന് ആദ്യം പറയാം. ഐ സോ. SAW സി എന്നുള്ളതിന്റെ പാസൻസ് ആണ് സോ. ഐ സോ. ഞാൻ കണ്ടു. ആരെ കണ്ടു? I saw all my family members. മൈ ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ. അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് എന്ന് നിങ്ങൾ പറയാം. ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. ഇനി അവരോട് റീഹം സംസാരിച്ചില്ലേ? Yes. അത് പറ. ഞാൻ അവരോട് സംസാരിച്ചു. സംസാരിക്കാന്ന് പറഞ്ഞാൽ ടോക്ക്. ടോക്ട്. I talked my relatives. ഓക്കെ. സംസാരിച്ചു. വെരി ഗുഡ്. ഇനി അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. Then I went to Calicut Beach. Then I went to Calicut Beach. Correct. Very good, very good, very good. With my family members. ഓക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ ബീച്ചിലും അതിനോടൊപ്പം തന്നെ ആ കാലിക്കറ്റ് ഫാമിലി മെമ്പേഴ്സ് അപ്പൊ എൻജോയ് ചെയ്തില്ലേ? ഞങ്ങൾ എൻജോയ് ചെയ്തു. എൻജോയ് എന്നുള്ള പേഴ്സൺസ് എൻജോയ്ഡ്. പറഞ്ഞേ. We enjoyed. എന്ത് എൻജോയ് ചെയ്തു? ആ ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ പറയാം
ആ സുന്ദരമായ നിമിഷങ്ങൾ, ദ ഹാപ്പി മൊമെന്റ്സ്, അല്ലെങ്കിൽ വി എൻജോയ്ഡ് ദ ഗെറ്റ് ടുഗദർ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി പറഞ്ഞു അവിടെ നിന്ന് ഞാൻ പിടിച്ചോ. ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്താൽ മതി, ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും പോകണ്ട. പിന്നെ അവിടെ we ate ice creams. അതന്നെ, അത് പോരട്ടെ, ഞാൻ ചോദിക്കാൻ പോയായിരുന്നു, ഒന്നും കഴിച്ചില്ലേത്. വി ഏറ്റ് ഐസ്ക്രീം. English. We ate pickles. Yes, pickles. Yes, പിന്നെ എല്ലാം കറക്റ്റാണ്. എത്ര മണിക്ക് തിരിച്ചു പോകുന്നു വീട്ടിലേക്ക്? We reached at home 10 o'clock. At 10 o'clock we reached the home. കണ്ട, സിമ്പിൾ അല്ലേ? യെസ്, വെരി 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 സിമ്പിൾ. ഓക്കെ ഓക്കെ ഓക്കെ. റൈഹൻ വേറെ കുറെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരുന്നെന്ന് തോന്നുന്നത്. അവിടെ നിന്ന് ഞാൻ പിടിച്ചും കൂടി മാറ്റിയിട്ടാണ്. ഇതാവുമ്പോ അപ്പ ആലോചിച്ച് അപ്പ പറയും. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? 37 പേര് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് 2, 4, 3, 7 പേരെ വന്നിട്ടുള്ളൂ. നിങ്ങൾ ധൈര്യസമേതം വാ മക്കളെ. റസീന, ആർ യു റെഡി? Yes, sir. യെസ്, ഓക്കെ. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചാൽ ഞാൻ വരും. സൈനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, വേറെ ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന യെസ്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയതങ്ങനെ പറഞ്ഞു. യെസ്, ലാസ്റ്റ് വീക്ക് ആയി വെച്ചിട്ട് ബ്യൂട്ടി പാർലർ. പിന്നെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറയാം. എത്ര മണിക്കാണ് തിരിച്ചെത്തി? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. റസീന പറഞ്ഞോളൂ. Sir, I got up at 6 o'clock in the morning. Yes. I went to attend a marriage function. Yes. I ate parota and chicken. Ate parota and chicken. Yes, okay. Nice. Okay. I saw some friends. I saw some friends. Very good. I talked some about my college days, school days. School days. School days, അല്ലെങ്കിൽ ഫണ്ണി ഇൻസിഡന്റ്. ഓക്കെ 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 ഓക്കെ. എസ്റ്റിമേഷൻ കറക്റ്റ് ആണ്. ബാക്കി we reached at home 2 p.m. Yes. I completed my cleaning work in my house. Yes. I play with my children. Okay 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 okay. Rasina, very good very good very good very good. Then Sainu. Yes, sir. Yes, Sainu. Okay, Sainu, you continue. I got up at 5:13 a.m. in the morning. Very good. I cooked breakfast. Yes. I got ready for my children to go school at 9 a.m. Very good. I reached home at 10 a.m. Yes. I ate breakfast. Yes. I washed clothes. Yes. I cooked lunch. Yes. I attended online Yes. online class. വെരി ഗുഡ് വെരി ഗുഡ്. ലഞ്ച് ആരും പറഞ്ഞിട്ടുണ്ടായില്ല, അതിപ്പോ സൈനാണ് പറഞ്ഞത്. ഞാൻ അതിന് ശേഷം ഓൺലൈൻ ക്ലാസ് ലൈവ് എക്സാമ്പിൾ ആണ് ഞാൻ നോക്കിയിരിക്കുന്നു. ആരായിരിക്കും അത് പറയുന്നത്? ഓക്കെ സൈനു, വെരി ഗുഡ് വെരി ഗുഡ്. ഒരു വെറൈറ്റി പിടിക്കും, വെറൈറ്റി. യെസ്, എല്ലാവരും പോയ വഴിയിലൂടെ പോലെ ഒരു സംതിങ് ഡിഫറൻറ്റ്, സംതിങ് ഇൻഡിഫറൻറ്റ്. യെസ്, ഓക്കെ. ഇനി ആരാണ്? നിങ്ങളാവോ? ഓക്കെ, മിന്നു റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നില്ലേ? മിന്നു, ഇനി ആരാണ്? മിന്നു വന്നു. പറയട്ടെ സർ? യെസ്, കണ്ടിന്യൂ. I got up at 6:30 in the morning. Yes. I brushed my teeth. ആരും പറയാത്ത കേസല്ല. I brushed my teeth. Very good. I drank a cup of tea. Yes. I cooked breakfast. Yes. Then I ready to went to my child went to school. My child went to school. Yes.
ate breakfast. Yes, correct. I washed my clothes. Yes. Last week, my son went into Shabarimala. Yes. Okay, very good, very good, very good, very good. Okay. Yes. Okay, okay, very good, Minu. Very good, very Thank good. you, sir. Yes. ഇനി ആരാണ്? യെസ്, അപ്പൊ അശ്വിനി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അശ്വിനി ഉണ്ട്. ആരാണ്? യെസ്, ഗുഡ് മോർണിംഗ് സർ. പറയട്ടെ? യെസ്, കണ്ടിന്യൂ. The last Saturday and Sunday was holiday. Yes. So I enjoyed the holidays by doing nothing. Yes, very good, very good, very good. Yes. Okay. Then again a new week was started from this morning itself. Yes. And also this was the last month of this year. Yes. Okay, okay, okay. I decided to enjoy this month. Yes. അത്രേ ഉള്ളൂ. Thank you. So, which is your favorite month? Favorite month? Every month was favorite. എന്നാലും ചില മാസങ്ങളോട് ഉണ്ടാവില്ലേ? Which is your favorite month? ജനുവരി മുതൽ ഫേവറേറ്റ് മന്ത് ഏതാണ്? October. ഒക്ടോബർ. എന്താണ് കാരണം? വെച്ചിട്ടാണോ? വെച്ചിട്ടാണോ? Date of birth. Yes, okay, okay, very good, very good, very good. Okay, okay. Yes, ചില ആളുകൾക്ക് നല്ല മഴയുള്ള സമയത്തേക്ക് ഇഷ്ടം, ചില ആളുകൾക്ക് മഞ്ഞിനോടായിരിക്കും താല്പര്യം. യെസ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെൽക്കം. ആ, ഇനി ആരാണ്? യെസ്, ആരെ ഞാൻ എന്നെ ആളൊന്നും പറയുന്നില്ല. യെസ്, മൂഫി ഉണ്ട്. മൂഫി കഴിഞ്ഞാൽ ഭവിഷ കേട്ടോ. ഭവിഷക്ക് വരാറുള്ള ആളല്ലേ? ആ, ശരി, മൂഫി പറഞ്ഞോളൂ. മൂഫി. Last week my pet passed away. Oh, yes. I bought a new one. Okay, okay, okay. Yeah. We named it Jimmy. We named it Jimmy. What was the earlier pet name of that earlier pet? Cuckoo. Cuckoo. Now Jimmy. Yes. Okay. Evening I went outing with Jimmy. Yes. Also I bought pet food for Jimmy. Yes. That's it. വെരി ഗുഡ്, വെരി. അത് കുഴപ്പമില്ല. അതായത് അവിടെ തന്നെ നിന്നു. ഏത് ആ പെറ്റിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് മൂഫി എന്ത് ചെയ്യുന്നു? അത് കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും. യെസ്, അങ്ങനെ നിങ്ങളൊരു ഇൻസിഡന്റ് എടുക്കുക. യെസ്, വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവം കൊടുക്കുക. എന്നിട്ട് അവിടെ തന്നെ നിന്നിട്ട് 5 കാര്യങ്ങളാണ് പറയും. ഭവിഷ്യ, യെസ്, പറഞ്ഞോളൂ. Sir, good morning. യെസ്, ഗുഡ് മോർണിംഗ് ഭവിഷ്യ. യെസ്, കണ്ടിന്യൂ. ഗുഡ് ആഫ്റ്റർനൂൺ ആയി, എന്നാലും ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ. Yes. I went to Jawahar Navodaya School yesterday. Yes, I went to Jawahar Navodaya School yesterday. Correct. My son studied in Navodaya School. Yes, my son studied there, Navodaya School. Okay, correct. And then sometimes to my son. Yes, okay. അവിടെ ചെന്ന് ക്ലാസ് ടീച്ചറെ കണ്ടില്ലേ? Yes. അപ്പൊ അത് പറയാം, എന്റെ മകന്റെ ക്ലാസ് ടീച്ചറെ ഞാൻ കണ്ടു. I saw my class teacher. My son's class teacher. എന്റെ മകന്റെ അല്ലേ? അപ്പൊ ചൈൽഡ് ക്ലാസ് ടീച്ചർ. ഓക്കെ. I spend some time at school. Yes. Okay. Okay. Correct. Ate lunch and ate lunch from my family and my son. Okay. I ate lunch with my family. Yes, correct. Yes. After came back to my home. Yes, then came back to home at സമയം വേണമെങ്കിൽ പറയാം.
At 3 p.m. Okay. 3 o'clock. ഭവിഷ്യയുടെ റേഞ്ച് ഇടക്കിടക്ക് പോകുന്നുണ്ട്, കട്ടായി പോകുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഭവിഷ്യ, വെരി ഗുഡ്. യെസ്. Then ആരാണ്? യെസ്, ധൈര്യമായിട്ട് വരൂ. യെസ്, സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ്. ഇത് നിങ്ങൾ മറന്നു പോവില്ല. യെസ്, ഓക്കെ. ഞാനാണ് ആരുമില്ല, മോശമാണ് കേട്ടോ. അപ്പോ പറഞ്ഞ എല്ലാവർക്കും ആരൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറയാം. കൃഷ്ണേന്ദ്ര ഉണ്ടായിരുന്നു, ശ്രീജ ഉണ്ടായിരുന്നു, മെറിൻ ഉണ്ടായിരുന്നു, അസീന ഉണ്ടായിരുന്നു, നേഹ ഉണ്ടായിരുന്നു, ഇസ ഉണ്ടായിരുന്നു, റൈഹ വന്നു, സൈനു വന്നു, റസീന വന്നു, മിന്നു വന്നു, അശ്വരി വന്നു, മുഫി വന്നു, ആൻഡ് ഭവിഷ്യ. ഇത്രയും പേര് വന്നു. യെസ്, അപ്പൊ അവര് കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചു. യെസ്, അപ്പൊ എല്ലാവർക്കും, കേട്ടവർക്കും പറഞ്ഞവർക്കും ഒരുപോലെ അഭിനന്ദനം പറയണം. നിങ്ങൾ മാറി നിൽക്കരുത്, നിങ്ങൾ അങ്ങനെ ഇടിച്ചു കയറുക. പലപ്പോഴും നമ്മളിങ്ങനെ മാറി നിന്നിട്ടല്ലേ നമ്മള് പിന്നോട്ടായി പോയിട്ട് ആലോചിച്ച് നോക്കി. കറക്റ്റ് അല്ലേ? നിങ്ങൾ എത്ര പ്രാവശ്യം തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. അതിനല്ലേ ഞാനുള്ളത്. ഡോണ്ട് വറി, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. Okay. Yesterday I went a beach. I went to beach. Correct. Yesterday I went to beach. ബീച്ചിലേക്ക് പോയി. Correct. Yes. I saw my oldest friend. Yes, very good. I saw. ഞാൻ പഴയ ഒരു സുഹൃത്തിനെ കണ്ടു. Yes, very good. It was very surprised to me. It was very surprised to me. Very good. Correct. Yes, correct. We talked past incidents. Yes, we talked past incidents. പഴയകാല സംഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. Yes. Then I ate dinner. Yes, okay. Then we ate the dinner. We enjoyed each other. We enjoyed each other. Very good. Thank you, sir. ഇതാണ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. യെസ്, വെരി ഗുഡ്. നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ. യെസ്, നിങ്ങൾ എത്രയോ പ്രാവശ്യം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഉപദേശിക്കുന്നു, മോനെ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണല്ലേ. നമ്മൾ ചെയ്യുന്നതായിരിക്കട്ടെ നമ്മൾ മക്കളോട് പറയാൻ. യെസ്, അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പൊ നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോൾ നമുക്കും കൂടി ഉപദേശിക്കാനായിട്ടുള്ളൊരു അർഹതയുണ്ട് എന്ന് പറയുന്നത്. വേറൊരാളിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ഈ പാണ്ഡവരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ സമയത്ത് അതിന്റെ ഒരു കഥ, ഒരു ഭാഗം കൂടി ഞാൻ പറയണം. യുദ്ധം നടക്കുക, പാണ്ഡവ കൗരവന്മാർ തമ്മിലുള്ള യുദ്ധം നടക്കുക. അപ്പൊ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കൗരവ സേനാനായകനായിട്ടുള്ള ഭീഷ്മര് വീണു. ഭീഷ്മര് മരിച്ചു. പിന്നെ കൗരവ പടയെ ആര് നയിക്കും? അത് നയിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ വരുന്ന ആളാണ് കർണൻ. മഹാഭാരത കഥ എടുത്തു കഴിഞ്ഞാല് വളരെ എപ്പോഴും നമ്മൾ കാണുന്ന ശക്തനായ ഒരു കഥാപാത്രമാണ് കർണൻ. കർണനാണ് വരുന്നത്. അപ്പൊ കർണൻ ഇങ്ങനെ കൗരവ പടയെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പാണ്ഡവരുടെ സൈന്യത്തെ കൊന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പാണ്ഡവരെല്ലാവരും വിഷമിച്ചു. ഈ കണക്കിന് പോയാൽ കൗരവരെ ജയിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് കർണനെ കൊല്ലണം. കർണനെ കൊന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയം ഉണ്ടാവുള്ളൂ, ലീഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ കർണനെ കൊല്ലാനായിട്ടുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യണം. പക്ഷെ കർണനെ പിടികിട്ടുന്നില്ല, കർണനെ കൊല്ലാനും സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കർണൻ തന്റെ രഥത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ രഥത്തിന്റെ ചക്രം ഒരു ചെളിയിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പാണ്ഡവരും കൗരവരും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ആ കരാർ എങ്ങനെയായിരുന്നു? തുടക്കത്തില് രാത്രി യുദ്ധം പാടില്ല, ആർക്കെങ്കിലും യുദ്ധത്തിന്റെ ഇടയിൽ ആയുധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളോട് യുദ്ധം ചെയ്യാൻ പാടില്ല, അയാൾക്ക് ആയുധം എടുക്കാനായിട്ടുള്ള സമയം കൊടുക്കണം. പിന്നെ നിരായുധനോട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. രാത്രി ആയി കഴിഞ്ഞാൽ അപ്പുറത്ത് മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡീസ് ഇപ്പുറത്തോട് പോയിരുത്തുന്നവരെ, ഇപ്പുറത്ത് കിടക്കുന്നവരെ അപ്പുറത്തേക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ കർണന്റെ ചക്രം
എവിടെ താന്നു പോകുന്നു? ഈ ചെളിയിൽ താന്നു പോകുന്നു. അപ്പൊ അങ്ങനെ ചെളിയിൽ താന്നു പോയി കഴിഞ്ഞപ്പോൾ കർണൻ തന്റെ ഡ്രസ്സും കാര്യങ്ങളും യുദ്ധോപകരണങ്ങളൊക്കെ രഥത്തിൽ അഴിച്ചു വെച്ചിട്ട് ചാടി പുറത്തേക്ക് ഇറങ്ങി ഈ തേരിന്റെ ചക്രം പിടിച്ച് ഉയർത്തുകയാണ്. ഇത് കാണുന്ന ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ഇതാണ് പറ്റിയ അവസരം. ഇപ്പോ അവൻ ആയുധമില്ലാണ്ട് നിൽക്കുക, ഇതിന് പറ്റിയ ഒരു അവസരം ഇനി കിട്ടാനില്ല. അതുകൊണ്ട് കർണനെ അമ്പ് ചെയ്ത് കൊല്ലുക എന്ന് പറയാം. ഇത് കേൾക്കുന്ന കർണൻ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ കൃഷ്ണ, നിരായുധനായ ഒരു മനുഷ്യന്റെ നേരെ നീ ആയുധമയക്കാൻ പറയുന്നത് എന്ത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ആയുധമില്ലാത്തവൻ നിൽക്കണം. അപ്പോ ആയുധമില്ലാത്തവന്റെ നേരെ അസ്ത്രമയക്കാനായിട്ട് അർജുനനോട് നീ പറയുന്നത് ഏത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വളരെ ധാർമ്മികമായ ചോദ്യമാണ് കർണൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കൃഷ്ണന്റെ പക്ഷത്തേക്ക് നമ്മൾ കർണന്റെ പക്ഷത്ത് നമ്മൾ ചിന്തിക്കും, കറക്റ്റ് ആണല്ലോ കർണൻ പറഞ്ഞ കാര്യം എന്ന്. അപ്പൊ അതിന് കൃഷ്ണൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇതാണ്. അതായത് പണ്ട് ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിൽ പാഞ്ചാലി എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടുവന്ന് ദുശാസൻ അവളെ വസ്ത്രം അഴിച്ചു കളഞ്ഞപ്പോ നീയും അവിടെ ഉണ്ടായിരുന്നില്ലേ കർണ? അന്ന് ഈ നീതിബോധം നിനക്ക് എവിടെയായിരുന്നു? ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നീ അന്ന് പറഞ്ഞു. അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ ചുട്ടുകൊല്ലാനായിട്ട് വന്നപ്പോ നീയും ഉണ്ടായിരുന്നില്ലേ കർണ അവരുടെ കൂടെ? അന്ന് എവിടെയായിരുന്നു നിന്റെ ഈ നീതിബോധം? ഭീമനെ പിടിച്ച് നദിയിലേക്ക് എറിഞ്ഞ് കൊല്ലാനായിട്ട് ദുര്യോധനൻ വന്നപ്പോ അവന് കൂട്ടായിട്ട് വന്ന ആള് നീ ആയിരുന്നില്ലേ കർണ? അന്ന് എവിടെയായിരുന്നു കർണ നിന്റെ ഈ നീതിബോധം? നിന്റെ ജീവിതത്തിൽ നീ പാലിക്കാത്ത നീതിബോധം. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നിന്നോട് പാലിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ഏത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഥ അവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. യെസ്, അത് പോട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളെ പലപ്പോഴും ഉപദേശിക്കുമ്പോൾ നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവണം. നമുക്ക് ഞാൻ ചെയ്യുന്ന കാര്യമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. യെസ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ചിലപ്പോൾ ഒരു ഉള്ളിലൊരു ഭയം ഒരിക്കുള്ളൂ, ഞാൻ പറഞ്ഞാൽ ശരിയാവും, അതൊക്കെ എല്ലാം കളഞ്ഞിട്ട് അടിപൊളിയാകും. ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷില് കുറച്ച് മീനിങ് ചോദിക്കാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക. ആദ്യം പറയുന്ന 3 പേരെ ഞാൻ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഞാൻ ചോദിച്ചതാണെങ്കിൽ മാറ്റി ചോദിക്കാം കേട്ടോ. സേഫ് ടു ഈറ്റ് ഞാൻ ചോദിച്ചതാണോ? പറഞ്ഞല്ലോ? ഇല്ലല്ലേ? യെസ്, ഓക്കെ. അപ്പോ ഞാൻ പറയുന്നത് ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ 1 വേർഡ് പറയാൻ പറ്റുമെങ്കിൽ പറയാം. സേഫ് ടു ഈറ്റ്. സേഫ് ടു ഈറ്റ്, തിന്നാൻ പറ്റുന്നത്, കഴിക്കാൻ പറ്റുന്നത്. അതിന് പറയുന്നൊരു 1 വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. സേഫ് ടു ഈറ്റ്. ഓക്കെ. റെയ്ഹ, മെറിൻ, കൃഷ്ണൻ. റെയ്ഹാൻ, മെറിൻ, കൃഷ്ണൻ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അത് കേട്ടിട്ട് അടുത്താൾ പറയും. നമുക്ക് ആദ്യത്തെ 3 പേരെ പരിഗണിക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു കറക്റ്റ് ആൻസർ ആണ് ഭവിഷ എഡിബിൾ. യെസ്, നമുക്ക് ചോദ്യത്തിന്റെ സ്റ്റൈൽ പിടിയിട്ടില്ല. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പേരെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. യെസ്, അപ്പോ ഞാൻ നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിക്കൊള്ളണം സീന ആരൊക്കെയാണ് 3 പേരെന്നുള്ളത്. യെസ്, അടുത്ത് അപ്പോ പിടിയിട്ടിയല്ലോ. സേഫ് ടു ഈറ്റ്, ദാറ്റ് ഈസ് എഡിബിൾ. അടുത്തത് സേഫ് ടു ഡ്രിങ്ക്. സേഫ് ടു ഡ്രിങ്ക്. അതിനൊരു വേർഡ് ഉണ്ട്. നമ്മൾ അടുക്കളയിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കും കുടിക്കബിൾ, തിന്നബിൾ എന്നൊക്കെ ചോദിക്കും. അപ്പൊ തിന്നബിൾ കഴിഞ്ഞു, കുടിക്കബിൾ എന്ന് ചോദിക്കാറില്ലേ? യെസ്, അതിനൊരു വേർഡ് ഉണ്ട്. അത് കുടിക്കുന്ന ഐറ്റം റൈഹ, ആ കുടിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കില്ലേ? ആ സംഗതി. ഡ്രിങ്കബിൾ അല്ല മുഫി, വേറൊരു വാക്കുണ്ട് കറക്റ്റ്. ഡ്രിങ്കബിൾ അല്ല, പോസിബിൾ അല്ല. യെസ്, ശിവപ്രിയ, വെരി ഗുഡ്. ശിവപ്രിയ, ഫസിയ, ഇസ.
ശിവപ്രിയ ഫൗസിയ അല്ലേ? ഫൗസിയ ഇസാൻ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അതിന്റെ വേർഡ് പോർട്ടബിൾ എന്നാണ്. POTABLE, കുടിക്കാൻ പറ്റുന്നത് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് POTABLE. യെസ്. അപ്പൊ ഞാൻ ഇത്ര നേരം സേഫ് ടു എന്നാണ് വെച്ചാണ് ഞാൻ ചോദിച്ചത്. ആ സേഫ് ടു എന്നുള്ളത് ഞാനൊന്ന് മാറ്റിയിട്ട് ഈസി ടു എന്നാക്കിയത്. ഈസി ടു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈസി ടു സി, SEEC, ഈസി ടു സി and one word other. Easy to see. Reiha, very good. Reiha is a Rensi. Reiha is an Rensi, അല്ലേ? യെസ്. ഓക്കെ, ഞാൻ പറയുന്നതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണോട്ടോ. റെൻസി. യെസ്. ആദ്യത്തെ 3 പേരാണ് ഞാൻ പരിഗണിക്കണേ. യെസ്. ഓക്കെ റസീന. യെസ്. മിന്നു. ഓക്കെ, റെൻസി അല്ലേ പറഞ്ഞത്? റെൻസി. യെസ്. അടുത്തത് ഈസി ടു ഹിയർ, HEAR, ഹിയർ. ഈസി ടു ഹിയർ. ജിഷ്ണു, മിന്നു, കൃഷ്ണേന്ദു. ജിഷ്ണു, മിന്നു നേരത്തെ വന്നിട്ടില്ലല്ലോ. മിന്നു, കൃഷ്ണേന്ദു. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ആൻസർ ഈസ് ഓഡിബിൾ. ഓഡിബിൾ, AUDIBLE. യെസ്. ഓക്കെ ഭവിഷ്യ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈഖയാണോ ക്വസ്റ്റ്യൻ? യെസ്, റൈഖ മാർക്ക് ചെയ്തു. ഡോണ്ട് വറി. യെസ്. അടുത്തത് ഈസി ടു റീഡ്, READ, റീഡ്. ഈസി ടു റീഡ്. റീഡബിൾ അല്ല, വേറൊരു വേർഡുണ്ട് കറക്റ്റ്. ലേണല്ല സൈനു, വേറൊരു വേർഡുണ്ട്. ചില ആളുകളുടെ കയ്യക്ഷരം നോക്കിയിട്ട് നമ്മൾ ആ ഡയലോഗ് പറയാറുണ്ട്. മോശം കയ്യക്ഷരമുള്ള നോക്കിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെയാണല്ലോ എന്ന് പറയും. അവിടെ ആ വേർഡ് ഉപയോഗിക്കാറുണ്ട്. യെസ്, നിങ്ങൾ ആ വഴിക്കൊന്ന് ആലോചിക്കും. പോസിബിൾ അല്ല മുഫി. ഹാബിറ്റ് അല്ല കൃഷ്ണേന്ദു. യെസ്, മേഘ, വെരി ഗുഡ്. മേഘ, ശ്രീജ, മെറിൻ. മേഘ നേരത്തെ വന്നിട്ടില്ല അല്ലേ? ശ്രീജ വന്നിട്ടില്ല അല്ലേ? ശ്രീജ. യെസ്. ആൻഡ് മെറിൻ നേരത്തെ വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ. കറക്റ്റ് ആണ്. ലിജിബിൾ എന്നാ പറയുന്നത്. ലിജിബിൾ എന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റുന്നതിനെ പറയുന്ന പേരാണ് ലിജിബിൾ. ഇത് ലിജിബിൾ അല്ലല്ലോ എന്ന് പറയും. ഇസാൻ ഉണ്ട് അല്ലേ? ഇസാൻ. യെസ്, ഇസാൻ. ഓക്കെ. പരിഗണിച്ചിട്ടുണ്ട് ഇസാൻ. യെസ്, മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഈസി ടു എന്നായിരുന്നു. ഈസി ടു. ആ ഈസി ടു എന്നുള്ള വാക്ക് ഞാൻ മാറ്റിയിട്ട് ക്യാൻ ബി എന്നാക്കി. ക്യാൻ ബി, കഴിയുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, TOUCHED. ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, സ്പർശിക്കാൻ പറ്റും. ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്. ടച്ചബിൾ അല്ല പറയുന്നത്, വേറൊരു വേർഡുണ്ട്. ടച്ചബിൾ അല്ല, അത് ആ വഴിക്കൊക്കെ പോകും. സെൻസിബിൾ അല്ല. യെസ്, ഫൗസിയ, കറക്റ്റ് ആൻസർ. ഫൗസിയ ഇസാൻ. വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ല. ഫൗസിയ നേരത്തെ വന്നതാണല്ലോ. ഫൗസിയ, ഇസാൻ, പിന്നെ ആരായിരുന്നു? മെറിനായിരുന്നു. യെസ്. ഓക്കെ. ശ്രീധ അല്ലേ? ശ്രീധ നേരത്തെ വന്നിട്ടില്ലല്ലോ. അപ്പോ SHRED അല്ലേ? ശ്രീധ. യെസ്. ഓക്കെ. വെരി ഗുഡ്. അതിന്റെ ആൻസർ ഇതാണ്. ടാൻജിബിൾ, TANGIBLE.
അടുത്തത് that can be counted. COUNTED. That can be counted. Alicia, Marin, Amalu. Alicia നേരത്തെ വന്നിട്ടില്ല അല്ലേ? അലീഷ, മെറിൻ, അമലും ഇല്ലല്ലോ. അമലു, യെസ്, കറക്റ്റ് ആൻസർ ആണ്. കൗണ്ടബിൾ, ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്യാൻ ബി measured. MEASURED. That can be measured. Measurable അല്ല, അതിന് വേറൊരു വേർഡ് ഉണ്ട്. കറക്റ്റ്, മെഷറബിൾ അല്ല, വേറൊരു വേർഡ് ഉണ്ട്. യെസ്, ഞാനത് മെഷറബിൾ രണ്ടാമത് ചോദിച്ചു, അല്ലെങ്കിൽ കൗണ്ടബിൾ. തെർമോമീറ്റർ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഫിസിക്കൽ അല്ല, മെഷർമെന്റ് അല്ല, വേറൊരു വേർഡ് ഉണ്ട് അതിന്. യെസ്, ശ്രീത, മെറിൻ, മെറിൻ ഇല്ലട്ടാ, ശ്രീത, നേഹ, കൃഷ്ണേന്ദ്രു. ശ്രീത, നേഹ നേരത്തെ വന്നിട്ടില്ല അല്ലെ? നേഹ, കൃഷ്ണേന്ദു നേരത്തെ ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ. ശരിക്കും നിങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. പിന്നെ ഞാൻ ഏതാണ്ട് രീതിയെ കൂടി പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്താണ്. ആൻസർ ക്വാണ്ടിഫയബിൾ എന്നാണ്. QUANTIFIABLE. യെസ്. അടുത്തത്, ദാറ്റ് ക്യാൻ ബി ക്യാരീഡ്. CARRIED. ദാറ്റ് ക്യാൻ ബി ക്യാരീഡ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന വാക്കുകളാണ്. യെസ്, മെറിൻ, റെൻസി, ഇസാൻ. മെറിൻ, റെൻസി നേരത്തെ വന്നതാണല്ലോ. റെൻസി, ഇസാൻ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. പോർട്ടബിൾ. നമ്മൾ പലപ്പോഴും പോർട്ടബിൾ TV പോർട്ടബിൾ ആണോ അല്ലെങ്കിൽ ഒന്ന് എടുത്തു മാറ്റാൻ പറ്റുന്നതാണോ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന വാക്കാണ്. യെസ്, കറക്റ്റ് ആണ്. പോർട്ടബിൾ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദാറ്റ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ്. ദാറ്റ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ്. അണ്ടർസ്റ്റാൻഡബിൾ അല്ല, വേറൊരു വേർഡ് ഉണ്ട്. റെക്കഗ്നൈസബിൾ അല്ല, ലിസണബിൾ അല്ല, കേൾക്കാൻ പറ്റുന്നില്ല, വേറൊരു വേർഡ് ഉണ്ട്. സിമ്പിൾ ആണ്, പക്ഷേ അതല്ല, നോട്ടബിൾ അല്ല, ക്ലിയർ അല്ല, വേറൊരു വേർഡ് ഉണ്ട്. ഫൗസിയ, നിങ്ങള് സ്കൂളിലെ പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ വേർഡ് വന്നു പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ വേർഡ് എവിടെയെങ്കിലും ഒക്കെ വന്നു പോയിട്ടുണ്ട്. വേറൊരു വേർഡ്. ദാറ്റ് ക്യാൻ ബി ലിസണബിൾ അല്ല. കൃഷ്ണേന്ദു, ഇന്റലിജിബിൾ. യെസ്, റിൻസി, വെരി ഗുഡ്. റിൻസി, ഇസാൻ, ശ്രീജ. റിൻസി, ഇസാൻ ആൻഡ് ശ്രീജ നേരത്തെ വന്നാണല്ലോ. യെസ്, ഓക്കെ. കോംപ്രഹെൻസിബിൾ കേട്ടാ, കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത് അല്ല ശക്തി. വെരി ഗുഡ്. അത് ഇംഗ്ലീഷിൽ പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും ഈ വേർഡ് അവിടെ ഇവിടെയൊക്കെ വന്നു പോയിട്ടുണ്ട്. ഓക്കെ കൃഷ്ണേന്ദു, യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. MAINTAINED. That can be maintained. That can be maintained. MAINTAINED. That can be maintained. ഓ, അതല്ല റിൻസി, അതൊന്നും പിടിക്കില്ല, മാറ്റി പിടിക്കൂ.
വേറൊരു വീട്. യെസ്, ഫൗസിയ. വെരി ഗുഡ് ആൻസർ. ഫൗസിയ, മെറിൻ, റിൻസി. ഫൗസിയ, മെറിൻ ആൻഡ് റിൻസി. യെസ്, കറക്റ്റ് വേർഡ് അതാണ്. ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ. ദാറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻ. സസ്റ്റൈനബിൾ. ഓക്കെ ഓക്കെ. ആരും വന്നില്ല എങ്കിൽ ഞാൻ എസ്സിലാണ് ആൻസർ തുടങ്ങുന്നത് എന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഉത്തരം കറക്റ്റായിട്ട് വന്നു. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. ദാറ്റ് ക്യാൻ ബി ഡൺ. DONE. That can be done. That can possible അല്ല. Yes, റിൻസി. റിൻസി, കൃഷ്ണേന്ദു, ശ്രീജ. റിൻസി, കൃഷ്ണേന്ദു ആൻഡ് ശ്രീജ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഡു എന്നുള്ളതിലൂടെ ABL ഡൂവബിൾ. ദാറ്റ് ക്യാൻ ബി ഡൺ. ഡൂവബിൾ. യെസ്. ഇനി അതിനകത്ത് ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യം കൂടി ചോദിക്കാം. ചോദ്യം ഇതാണ്. ദാറ്റ് ക്യാൻ ബി ഫോളോഡ്. FOLLOWED. That can be followed. വേറല്ല റിൻസി, വേറൊരു വേർഡ്. ഫോളോയിങ് അല്ല ഹസീന, വേറൊരു വേർഡുണ്ട്, നല്ലൊരു വേർഡ്. ദാറ്റ് ക്യാൻ ബി ഫോളോഡ്. ഫോളോയിങ് അല്ല, സബ്സിക്വന്റ് അടുത്തതെന്നാണ് അലീഷ. ഒബ്സർവബിൾ അല്ല, സക്സീഡിങ് ഒന്നുമല്ല. നമ്മള് ചിത്രമൊക്കെ വരക്കൂലേ, അപ്പൊ അവിടെയൊക്കെ ചിലപ്പോൾ ഈ വാക്കുകളൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ച് പോകാറുണ്ട്. ഈ വേർഡ് ഇതിനോട് താല്പര്യമുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. That can be followed. Scribes അല്ല, വേറൊരു വേർഡ്. സീക്വൻസ് അല്ല അലീഷ. ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന സ്ഥലത്ത് ഇതിന് എക്സലന്റ് അല്ല. യെസ്, ഫൗസിയ, വെരി ഗുഡ്. ഫൗസിയ, ഇസാൻ, മെറിൻ അല്ലേ? ഫൗസിയ നേരത്തെ വന്നിട്ടുണ്ടല്ലേ? ഫൗസിയ, ഇസാൻ ആൻഡ് മെറിൻ. യെസ്, ഓക്കെ. ഇനി ഞാൻ നിങ്ങളുടെ പോയിന്റ് പറയാം. യെസ്, നേഹ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അമലു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അലീഷ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മേഘ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മിന്നു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജിഷ്ണു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശിവപ്രിയ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് ശ്രീജ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീജ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ്. റെയ്ഹാനും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. Then ഫൗസിയക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണേന്ദുവിനും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. Then റെൻസിക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റെൻസിക്കാണ് വെങ്കല മെഡൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ, വെങ്കല മെഡൽ. Then ഇസാന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇസാന് വെള്ളി മെഡല് ലഭിക്കുന്നു. യെസ്, വെള്ളി മെഡൽ. ഇനി മെറിനാണ് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. മെറിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ഓക്കെ. ഇതിപ്പോ ചിലപ്പോൾ ഞാൻ പോയിന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു മാർക്കൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിന്റ് ക്ഷമിച്ചേക്കാം. യെസ്, അതെല്ലാം വിട്ടേക്കാം. പിന്നെ
പോയിന്റ് കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. കാരണം ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള വേഗത കുറവുകൊണ്ട് ഒപ്പം എത്താൻ പറ്റാതെ പോയവരുണ്ടാവും. അത് പേടിക്കില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ എ ഫൺ. നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ അറിയാമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തുപോലെയൊക്കെ ചോദിക്കും. ലാസ്റ്റ് 10 മിനിറ്റിലൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. കുറച്ചുകൂടിയൊക്കെ സജീവമായിട്ട് ഇടപെടുക. ഓക്കെ, ബൈ, സി യു.